യൂട്യൂബിൽ ഇനി പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് പാട്ടൊന്നും തപ്പണ്ട, പാട്ട് പാടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന പാട്ട് അതിനെ കൂടി ഒന്ന് കേൾപ്പിച്ചാൽ മതി. ലൈക്ക് ഷസാം ട്രക്ക് ടെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമായ രണ്ട് പുതിയ മെത്തേഡുകളാണ് സോങ് ഫൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഒന്ന്, നെയിം ഓഫ് ദ സോങ് ബൈ സിംഗിങ്. രണ്ട്, ഹമ്മിങ് ഓർ പ്ലേയിങ്. അതായത് ഗാനത്തിൻ്റെ പേര് പാടിയോ മൂളിയോ അല്ലെങ്കിൽ പ്ലേ ചെയ്തോ കണ്ടെത്താൻ കഴിയും. ഇതിനെ AI ജനറേറ്റഡ് കോൺവെർസേഷൻ റേഡിയോ ഫീച്ചർ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷസാമിൻ്റെ സെയിം ഫീച്ചർ ആണെങ്കിലും ഷസാമിന് ഹം ചെയ്തൊന്നും കണ്ടെത്താൻ പറ്റില്ലല്ലോ. ആസ് യൂഷ്വൽ ഇതും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ ഫീച്ചർ അമേരിക്കയിലെ തിരഞ്ഞെടുത്ത പ്രീമിയം യൂസേഴ്സിന് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ AI പ്ലേസ്ഡ് ജനറേഷൻ ടൂൾസ് കറൻ്റ്ലി ബീങ് ടെസ്റ്റഡ് ബൈ ആരൊക്കെയാണ്? സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, ഇവരൊക്കെ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കൊണ്ട് ഇരിക്കുകയാണ്. അവർ കൂടി ഇതിലേക്ക് വരുമ്പോൾ എല്ലാം കൂടി സിങ്ക് ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ഡയമെൻഷൻ കൂടി അറിയാൻ പറ്റും. കൂടാതെ യൂട്യൂബ് മ്യൂസിക്കിൽ ഓൾ ന്യൂ 4 സ്ട്രീമിംഗ് സർവീസസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ യൂസേഴ്സിന് റിട്ടേൺ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഒരു പേഴ്സണലൈസ്ഡ് ലിസണിങ് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. പിന്നെ ഈ പുതിയ ഫീച്ചർ ഉള്ളവർക്ക് ആപ്പിൻ്റെ ഹോം ഫീൽഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മ്യൂസിക്കിന് ആവശ്യപ്പെടാം. അവിടെ പോയിട്ട് ഒരു കാർഡ് ഓപ്പൺ ആവും, നമ്മൾ സാധാരണ യൂട്യൂബ് മ്യൂസിക് കയറുന്ന പോലെ. സോ നിങ്ങൾക്ക് ആ കാർഡ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺവെർസേഷൻ UI യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സജഷൻ പ്രോംപ്റ്റ് ഉണ്ടാവുമല്ലോ, നമ്മളിപ്പം ആദ്യമായിട്ട് AI ടൂൾസ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ സജഷൻ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ സെർച്ചിൽ ആ രീതിയിൽ സെർച്ച് ചെയ്ത് പോകുന്നവർക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഷസാമൊക്കെ ചെയ്യുന്ന പോലെ ആ രീതിയിലാണെങ്കിൽ അങ്ങനെ ഞെക്കി പിടിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്യും, സറൗണ്ടിങ്ങിൽ മൈക്രോഫോൺ സ്കാൻ ചെയ്യുന്ന പോലെ ആവുകയും അപ്പോൾ എന്ത് പാട്ടാണോ അല്ലെങ്കിൽ എന്ത് മ്യൂസിക്കാണോ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് അത് സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരൊറ്റ പ്രശ്നമാണ് ഷസാമിന് അടിയിലാക്കുന്നത്. കാരണം ഇവിടെ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ അതിൻ്റെ പേര് ഹമ്മ് ചെയ്തിട്ട് അതിനെ കണ്ടെത്താൻ കഴിയില്ല അവന്. ആ ഒരു ഫീച്ചർ മാത്രം അതിനില്ല. നേരെ മറിച്ച് റിയൽ ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടക്ക് എന്ന് പറഞ്ഞ് കണ്ടെത്തുകയും ചെയ്യും. ടെക് വേൾഡിലെ പുതിയ ന്യൂസുകളും പുതിയ ആശയങ്ങളും പുതിയ വിവരങ്ങളുമായി കാണുന്നവരെ ബൈ.